أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ. 2ാമത്തെ ബാച്ചിൻ്റെ 7ാമത്തെ ക്ലാസ്സിൽ പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ ഷരീഫിലെ ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന വളരെ മഹത്വമേറിയ ഒരു വലിയ 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 അസുലഭ അവസരം എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട തദ്രീബ് കുടുംബത്തിലെ എല്ലാവരോടും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒന്നുകൂടെ ഉണർത്തുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഈ മഹത്വമേറിയ ദിനരാത്രങ്ങളിൽ നമ്മൾ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റമദാനിൽ പ്രത്യേകമായി ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്റുകൾ വർദ്ധിപ്പിച്ച് ആദ്യത്തെ 10 നമ്മളോട് യാത്ര പറയാൻ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, മണിക്കൂറുകളേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് കൂടുതൽ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കാനുള്ള, അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് വാങ്ങാനുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ ആദ്യമായി എന്നോടും രണ്ടാമത് നിങ്ങളോടും ഉണർത്തുകയാണ്. പാപമോചനത്തിൻ്റെ 10 നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ദിവസങ്ങളെയൊക്കെ അർഹിക്കുന്ന വിധം സ്വാഗതം ചെയ്ത് ഇബാദത്തുകളാൽ ധന്യമാക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം, ദുആയിലുണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി എപ്പോൾ റബ്ബിലേക്ക് കൈ ഉയർത്തുന്നോ അപ്പോഴൊക്കെ നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ ഈ തദ്രീബിലെ മുഴുവൻ ആളുകളെയും നിങ്ങൾ മനസ്സിലൊന്ന് കരുതണം. ഒരു വാചകം എല്ലാവർക്കു വേണ്ടിയും മാറ്റിവെക്കണം, ദുആയിൽ ഉൾപ്പെടുത്തണം എന്നാണ് വീണ്ടും വീണ്ടും ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഖബൂലാക്കട്ടെ. തീർച്ചയായും അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, ഉറപ്പാ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ദുആ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ റബ്ബിനോട് ചോദിച്ചത് അത് അങ്ങനെ തന്നെ തരലാണ് എന്നാണ് നമ്മൾ പലരും വിചാരിച്ചിട്ടുള്ളത്. എങ്ങനെ? നമ്മളെന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് അങ്ങനെ തന്നെ റബ്ബ് നമുക്ക് തരിക, അതാണ് ദുആ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ അതുമാത്രമല്ല ദുആഇന് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ മാനദണ്ഡം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 3 രൂപത്തിലാണ് ഒരു വിശ്വാസിയുടെ ദുആഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക. ഒരു വിശ്വാസി, മുഅ്മിനായൊരു മനുഷ്യൻ റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തട്ടുകയില്ല, അത് സ്വീകരിക്കാതിരിക്കുകയില്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കൂല.
പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ നാം എന്താണോ ചോദിച്ചത്, അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് നമ്മൾ ദുആ പറഞ്ഞാൽ രോഗം അപ്പോഴങ്ങ് മാറണം, എന്നാലേ ദുആ സ്വീകരിച്ചു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. സത്യത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവേ എൻ്റെ കടം വീട്ടിത്തരണേ എന്നൊരാൾ ദുആയിരുന്നു, അത് വീട്ടാനുള്ള ഒരു വഴി പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്ന് തന്നാൽ മാത്രമേ അള്ളാഹു എൻ്റെ ദുആ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ പലരും വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ല, അതാണ് പറഞ്ഞത്. പിന്നെയോ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുഅ്മിനായ മനുഷ്യനോട് റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഒരു വാത്സല്യം, ഒരു സ്നേഹം എത്രമാത്രം ഉണ്ടെന്നറിയോ? മുഅ്മിനായ ഒരു മനുഷ്യൻ റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും, ഉറപ്പാ. ഒന്നിരിക്കൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് അങ്ങനെ തന്നെ തരലായിരിക്കും. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ആഫത്ത്, ഒരു മുസീബത്ത്, ഒരു പരീക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇയാൾക്ക് കണക്കാക്കിയിട്ടുണ്ടാവാം ഇയാളുടെ ജീവിതത്തിൽ, ഭാവിയിൽ. അത് ഈ ദുആഇൻ്റെ കാരണത്താൽ അള്ളാഹു ഒഴിവാക്കും, അള്ളാഹു തട്ടിക്കളയും. ഒന്നുകൂടെ പറയാം, ഇയാളുടെ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം, രോഗമായിട്ടോ മറ്റോ എന്തോ വലിയ ഒരു ആഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി തരും. എന്താ കാരണം? നമ്മുടെ ദുആ കാരണം. നമ്മൾ ദുആ ചെയ്യുന്നത് എന്താണ്? പടച്ചവനെ എൻ്റെ കടം വീട്ടി തരണേ എന്നായിരിക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ച് അവന് വരാനിരിക്കുന്ന ഭാവിയിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത അവൻ്റെ മേൽ, അവൻ്റെ തലയിൽ വീഴാനുള്ളത് ഉണ്ടായിരിക്കാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കും. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ ഇയാളുടെ കട എപ്പോഴും വീടിയിട്ടില്ല, റബ്ബ് ദുആ സ്വീകരിച്ചിട്ടില്ല എന്നാ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കരുതേ. നമ്മുടെ റബ്ബിനെക്കുറിച്ച്, നമ്മുടെ റബ്ബിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളത് പറയാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് വന്നത്, നമ്മോട് പറഞ്ഞു വന്നിട്ടുള്ളത്. ആ മുത്തുനബിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നിരിക്കൽ അങ്ങനെയായിരിക്കാം. നമ്മളൊക്കെ നിങ്ങൾ നോക്കിയേ, എത്രയോ അപകടങ്ങളിൽ നിന്നും എന്തെല്ലാം സംഗതികളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളിവിടെ എത്തി അല്ലേ? അതൊക്കെ നമ്മുടെ പലപ്പോഴുമുള്ള പല പ്രാർത്ഥനകളുടെയും കാരണമായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ആഫത്ത് മുസീബാത്തിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തതൊന്നുണ്ട്. അതെന്താണെന്നറിയോ? ചിലപ്പോൾ എന്താണോ ചോദിക്കുന്നത് അത് അങ്ങനെ തന്നെ റബ്ബ് തരില്ല. ഈ പറഞ്ഞ രൂപത്തിൽ അങ്ങനെയും ആവൂല. പിന്നെയോ ആ ദുആഇൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ വെച്ച് തരും. അദ്ദുആ ഹുവൽ ഇബാദ. ദുആ ഇബാദത്താണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം ചെയ്യുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ എന്നത്. ആ ദുആ നമ്മൾ നിർവഹിച്ചതിൻ്റെ ഫലം, അതിൻ്റെ പുണ്യം നാളെ മഹ്ശറയിൽ വെച്ച് റബ്ബ് തരും നമുക്ക്. ഈ മൂന്നിലൊരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് ഉത്തരം നൽകാതിരിക്കുകയില്ല. നിങ്ങൾക്കറിയോ? നോക്കണേ, മഹ്ശറയിൽ വെച്ചിട്ട് ആളുകൾക്ക് ഇങ്ങനെ ദുന്യാവിൽ വെച്ച് ദുആ ചെയ്തതിന് ഉത്തരം അവിടെ വെച്ച് തരാതെ അതിൻ്റെ ഫലം മഹ്ശറയിൽ വെച്ച് ഇങ്ങനെ റബ്ബ് തരുമ്പോൾ ആളുകൾ പറഞ്ഞു പോകുന്ന പടച്ചവനോട്, പടച്ചവനെ അന്ന് ഞാൻ കുറേ ദുആ ചെയ്ത് അതിനൊക്കെ നീ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. പടച്ചവനെ അതിനൊന്നും അവിടുന്ന് ഉത്തരം നൽകാതിരുന്നെങ്കിൽ എന്നിട്ട് അതിൻ്റെയൊക്കെ കൂലി ഇവിടെ വെച്ച് നീ ഈ മഹ്ശറയിൽ വെച്ച് ഇങ്ങനെ തന്നാൽ മതിയായിരുന്നു എന്ന് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമെന്ന് കിതാബുകളിലൊക്കെ കാണാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മഹ്ശറയിൽ വെച്ച് ഇന്ന് നാം ദുആ ചെയ്യുന്നതിൻ്റെ ഫലം അവിടെ വെച്ച് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുമെന്ന്. അപ്പം എന്തായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ദുആരക്കണം, ദുആരന്നേ പറ്റൂ. അതുകൊണ്ട് ദുആയിൽ പരസ്പരം നമ്മളെല്ലാവരും ഉൾപ്പെടുത്തും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നുകൂടെ പറയട്ടെ കേട്ടോ. ഈ തദ്രീബ് കുടുംബത്തിലെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇതിൽ പരസ്പരം നേരിട്ട് കണ്ടും പരിചയവുമുള്ള എത്ര ആളുകളുണ്ടാവും? വളരെ കുറച്ച്. അവനവൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ അയൽവാസികളിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളിലേക്ക് കുറച്ച് ആളുകളെ മാത്രമേ പരസ്പരം കണ്ടിട്ടുള്ളൂ, പരസ്പരം സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും പരസ്പരം അറിയില്ല, കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാണ്. നമ്മളൊരു കുടുംബത്തിൽ, ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ കുടുംബത്തിൽ നമ്മളൊക്കെ ഒരു അംഗമാണ്. ഈ ഒരു മാനസികമായ ബന്ധം നമ്മൾ തമ്മിലുണ്ട്. ഇത് വെച്ചാണ് റബ്ബിനോട് നമ്മൾ ദുആർക്കുന്നത്. പടച്ചോനെ, തദ്രീബ് ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും പടച്ചോനെ നീ എല്ലാ ഖൈറും ബറക്കത്തും തരണേ എന്ന്. തീർച്ചയായും അത് നമ്മുടെ ഖൽബ്, ഈമാനികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളാ ചോദിക്കുന്നത്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ അവൻ്റെ അസാന്നിധ്യത്തിൽ, അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം തരാതിരിക്കൂല എന്ന്. ഇത് മറ്റൊരാളെയും കാണാനല്ല, ബോധ്യപ്പെടുത്താനല്ല. നമ്മൾ അത്താഴ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചവനെ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് കൈ ഉയർത്തുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം പോരാ, ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ഇറക്കണം. അത് നമ്മുടെ ഈമാനികമായ ബന്ധത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് എന്നത് ഷുവറാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അങ്ങനെ ഈ 10,000 അങ്ങ് ദുആ ചെയ്താൽ തീർച്ച റബ്ബ് ഫലം തരും. അതുകൊണ്ട് ഞാൻ ഇത്ര പരത്തി പറയാൻ കാരണം നിങ്ങളുടെയൊക്കെ ദുആ സാധുവായ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഉസ്താദുമാർക്കും വേണം. എൻ്റെ ദുആയിൽ മുഴുവൻ തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് അവരുടെ കുടുംബങ്ങളും ഉസ്താദുമാരും എല്ലാവരും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഖബൂലാക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി വീണ്ടും ഉണർത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദുആ ഖബൂലാക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റമദാൻ നമുക്കൊക്കെ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഖിറാഅത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറ 58-ാമത്തെ ആയത്ത് മുതലാണ് ഇന്നോതാനുള്ളത് അല്ലേ? 58-ാമത്തെ ആയത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ 2 തവണയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളുണ്ട്. 2 തവണയൊക്കെ. ചിലർ ക്ലാസ്സുകൾ കേൾക്കുകയും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. കഴിഞ്ഞ 1ാമത്തെ ബാച്ചിൽ 4 ഡയറികളിൽ മുഴുവനായി ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെച്ച ആളുകളൊക്കെ ഉണ്ട്. ധാരാളം. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് കഴിയുന്നതോടുകൂടി തജ്വീദിൻ്റെ അഹ്കാമുകൾ വളരെ വിശദമായി, നോമ്പിൽ നമ്മൾ ഖിറാഅത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നോമ്പ് കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് തജ്വീദിൻ്റെ നിയമങ്ങളും മെല്ലെ മെല്ലെ നമ്മൾ കിതാബ് വെച്ച് ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾക്കൊക്കെ എഴുതാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. അത് പിന്നീടൊക്കെ ഉപകാരപ്പെടും. നമുക്ക് ഇൻഷാ അല്ലാഹ് തദ്രീബ് ക്ലാസ് കഴിഞ്ഞിട്ട് തജ്വീദിൻ്റെ ക്ലാസ് നമുക്ക് പേഴ്സണലായിട്ട് എടുക്കണമല്ലോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ കാരണം ഒരാൾക്കൊരു ഫാത്തിഹ നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്താൽ അല്ലാഹു തആല അതിനൊക്കെ ഭാഗ്യം തരട്ടെ. തീർച്ചയായും നിങ്ങൾ ഈ ക്ലാസ്സിൽ സജീവമായിട്ട് ഉണ്ടായാൽ മതി, തീർച്ചയായും അതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ്. 58-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. 2 ആയത്തുകളാണ് ഓതിയത്. അതിൽ നോക്കിയേ. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا. ഓക്കെ. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ. അവിടെ هَذِهِ الْقَرْيَةَ الْقَرْيَة ഖർയ റാഇന് തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് കേട്ടോ. അല്ലാതെ ചില ആളുകളൊക്കെ ഓതുന്നത് പോലെ ഹാദിഹിൽ ഖരിയത ഖരിയ അല്ല. റാഇന് റോ വായ നിറച്ച് തടിപ്പിച്ച് പറയണം. ഖറിയത ഖറിയത. ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദാ وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم
വസനസീദുൽ മുഹ്സിനീൻ. എങ്ങനെ? വസനസീദുൽ മുഹ്സിനീൻ. അവിടെ ഹിത്വത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ എന്ന റാഇനെ തർഖീഖ് ആക്കി, ഖറയഹ് എന്നുള്ളിടത്ത് റാഇനെ തഫ്ഖീമാക്കിയിട്ടും നഗ്ഫിർ എന്ന റാഇനെ നേർപ്പിച്ചും, അല്ലാതെ നഗ്ഫിർ ഫിർ അല്ല. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. رجزا من السماء. അടുത്തത് وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر. ശരിക്ക് നോക്കണം. وإذ استسقى അത് മാത്രം ഒരിക്കലും യെസ്, ചില ആളുകൾക്ക് ക എന്നുള്ളത് ക എന്നായിട്ടുണ്ടോ? ഇല്ല. وإذ استسقى موسى وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر അത് മാത്രം ഫഖുൽന തൊട്ട് لا فقلنا അല്ല فقلنا اضرب بعصاك الحجر. യെസ്, അങ്ങനെ തന്നെ. ഒരു ബ ഹർക്കത്തൊന്നുമില്ല, അടുത്ത ബായിന് ശദ്ദ. അപ്പോൾ فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا. അതും കൂടെ അവിടെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഫൻഫജറത് ആരോ അശറത്ത എന്ന് ഷീന് ഫത്ഹ കൊടുത്തോ? അശറത്ത അല്ലല്ലോ,
قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. ഓക്കെ, ഇനി ബാക്കി ഓക്കെ. وإذ قلتم يا موسى لن نصبر على طعام واحد وإذ قلتم يا موسى لن نصبر على طعام واحد പിന്നെയോ فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها. قال أتستبدلون الذي هو أدنى بالذي هو خير. ഞാൻ ഒന്നുകൂടെ ഓതാം, കേൾക്കണം. വളരെ 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 ശ്രദ്ധയോടെ എങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും കാലം ഓതിയിരുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. قال أتستبدلون الذي هو أدنى بالذي هو خير. എങ്ങനെ നിർത്തിയത്? ഖൈർ അല്ലാതെ ഖൈർ ഖൈർ എന്നല്ല, ഖൈർ. നമ്മൾ ഹദ്ദാദ് ചൊല്ലിയിട്ട് തുറക്കുമ്പോഴേ ഓക്കെ തജഅലനാ മിൻ അഹ്ലിൽ ഖൈർ എന്നാണ് ദുആർക്ക പലരും അല്ലേ. അത് അതിനേക്കാൾ നല്ലത് അവിടെ എങ്ങനെ ദുആ ചെയ്യില്ലെന്നറിയോ? ഭംഗി സൗന്ദര്യം എന്താ അറിയോ? നോക്കി ഖൈർ وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا. അല്ലേ, അവിടെയൊക്കെ ഖൈർ ഖൈർ എന്ന് ദുആർക്കലാണ് നല്ലത്. ഖുർആനിൽ നല്ലത് എന്ന് മാത്രമല്ല, അങ്ങനെ ഓതാവൂ. എങ്ങനെയാ? ഹുവ ഖൈർ. ബാക്കി എങ്ങനെ ഓതുക? നിങ്ങളൊന്ന് ഓദിക്കേ. ബില്ലദീ ഹുവ ഖൈർ എന്ന് ഓതിയിട്ട് ബാക്കി എങ്ങനെ ഓതും? എങ്ങനെയാ? ഓ മാഷാ അല്ലാഹ്. കുറേ ആളുകൾ കറക്റ്റ് ഓതിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾക്ക് അവിടെ പ്രശ്നം വന്നിട്ടുണ്ട്. നോക്കി, അവിടെ ഓതേണ്ടത് ഇങ്ങനെയാണ്. അവിടെ അങ്ങനെ ഓതേണ്ടത്. കാരണമൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ പറയണോ? ഇപ്പോൾ പറയണമെന്ന് കുറച്ച് ആളുകൾക്കൊരു താല്പര്യമുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കി ഒന്ന് പറയാം. കാരണം നിങ്ങൾ ശരിക്കും നോക്കി അങ്ങോട്ട് ഇഹ്ബിതു. കാരണം എന്താ അറിയോ? റമദാനാണ്, നമ്മൾക്ക് ഒരുപാട് ഖത്മുകളൊക്കെ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ധാരാളം സ്ഥലങ്ങൾ ഇതുപോലുള്ളത് വരുന്നുണ്ട്. അലിഫിനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അലിഫിനെ അല്ലേ, അലിഫിൻ്റെ മുകളിൽ കാണുന്നത് ഫത്ഹാണോ? നമ്മുടെ ഈ പ്രിൻ്റ് മുസ്ഹഫിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്. അലിഫിൻ്റെ മുകളിൽ കാണുന്നത് ഫത്ഹാണോ? നോക്കി, ഫത്ഹാണോ? അല്ല, ഒരു സാദിൻ്റെ ചെറിയൊരു കഷ്ണമാണ് അല്ലേ? അതെ, സാദിൻ്റെ ചെറിയൊരു കഷ്ണമാണ്, ഹാഫ് സാദ്. ഈ അലിഫിന് മുകളിൽ ആ ചെറിയ സാദിൻ്റെ പീസ് കണ്ടാൽ മനസ്സിലാക്കുക, അതിൻ്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ്. എന്താണ്? ഹംസത്തുൽ വസ്ൽ. അതായത് മുമ്പുള്ള പദവുമായി ചേർത്തി ഓതി വരുമ്പോൾ ആ ഹംസ പറയില്ല, ഉച്ചരിക്കൂല. നേരെ മറിച്ച് അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിലോ അത് ഉച്ചാരണത്തിൽ വരികയും വേണം. ഉച്ചാരണത്തിൽ വരികയും വേണം. മുമ്പുള്ളതുമായി ചേർത്തി ഓതുകയാണെങ്കിൽ ഉണ്ടാകൂല. അങ്ങനെയുള്ള ഹംസക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. ഇവിടെ ചേർത്തി ഓതുമ്പോൾ ഇങ്ങനെയാണ്, ഹുവ ഖൈറുനിഹ്ബിതു. ഖൈറുനിഹ്ബിതു, ഖൈറുൻ എന്ന റാഇൻ്റെ തൻവീൻ
തെൻവീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സുക്കൂനുള്ള നൂനാണ്. അതൊക്കെ നമ്മൾ പഠിക്കും. എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ പറയാൻ വിഷയം വേണ്ടേ അല്ലേ? അത് കുറച്ചേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഖൈറുൻ എന്ന റായിന് തെൻവീൻ അല്ലേ? തെൻവീൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു കറക്റ്റ് സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ ആ നൂനിന് കസ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ചേർത്തി ഓതേണ്ടത്. ഖൈറുനിഹ്ബിതു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ജീമുള്ളത് കൊണ്ട് ഇവിടെ എല്ലാവരും നിർത്തുക, ബാക്കി ഓതിയാൽ മതി. ഇഹ്ബിതു അതാണ് നമ്മൾ ചർച്ച. അവിടെ നിർത്തണം കേട്ടോ. ഖൈർ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ബാക്കി ഓതിയാൽ മതി. ഇഹ്ബിതു. അവിടെ ഫത്ഹ അല്ല എഴുതിയിട്ടുള്ളത്, അലിഫിന് മുകളിൽ ആ സാദിൻ്റെ കഷ്ണമാണ്. എന്നിട്ട് നമ്മൾ ഈ എന്ന ഓതിയത്. അതിന് കാരണം എന്താ അറിയോ? പെട്ടെന്നൊരു ട്രിക്ക് പറഞ്ഞുതരാം. അത് ഇതാണ്. നോക്കിയേ, ആ അലിഫിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം നോക്കി. അലിഫിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ബ അല്ലേ? ബ അല്ലേ? ആണ്. ബിൻ്റെ ഹറക്കത്ത് എന്താ? നിങ്ങൾ പറയും. ബിൻ്റെ ഹറക്കത്ത് എന്താ? കസ്റ അല്ലേ? ബി ബി. ഈ രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹ ആണെങ്കിലും കസ്റ ആണെങ്കിലും അലിഫിന് കസ്റ കൊടുക്കുക, എന്നിട്ട് ഈ എന്ന വായിക്കുക. ഇഹ്ബിതു. ഈ പറയാനുള്ള കാരണം ഹംസന്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റ വന്നു. ഫത്ഹ ആണെങ്കിലും ഈ എന്ന വായിക്കുക. ഇഖ്റ ബിസ്മി അങ്ങനെ ഓതുക. ഇഖ്റ ബിസ്മി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുസ്ഹഫ് ഒന്ന് എടുത്തു നോക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് പറഞ്ഞിടത്ത് ഈ ആണ് നമ്മൾ ഓതുന്നത്. കാരണം ഈ റാഇന് ഫത്ഹാണ്, അതും ഹംസത്തുൽ വസ്ലിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി എന്ന ചേർത്തി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ പറയാൻ കാരണം റാക്ക് ഫത്ഹാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹാണെങ്കിലും കസ്റാണെങ്കിലും ഈ എന്ന് കസ്റായിട്ടാണ് വായിക്കുക. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുത്തിട്ടോ വായിക്കുക. ഉൻളുർ, ഉസ്ജുദ്, ഉഖ്തുൽ, ഉക്തുബ്. മനസ്സിലായോ? സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക പോംവഴി. ഉസ്താദന്മാർക്കും മുഅല്ലിമീങ്ങൾക്കും അങ്ങനെയുള്ള അറബി ഭാഷ നന്നായി പഠിച്ച ആളുകൾക്ക് വേറെ ട്രിക്കുകളൊക്കെ ഉണ്ട്, വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഖൈർ എന്ന് നിർത്തിയിട്ട് ഇഹ്ബിതു എന്ന്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവുകയെ, എന്താ ഇവിടെ ഈ പറയണത്? ഇവിടെ ആ ആണല്ലോ, ശരിക്കും നോക്കിയാൽ മനസ്സിലാവും അവിടെ ആ കൊടുത്തില്ല, ഫത്ഹ കൊടുത്തിട്ടില്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ അഹ്ബിതു അല്ല ഇഹ്ബിതു. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം? എഴുതാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറ്റു വഴികളൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ആ വഴികളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കോഴ്സ് കഴിയുന്നതിനിടയ്ക്കായിട്ട് തുറന്നു തരും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും മറ്റുള്ളൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നോമ്പ് വരെയൊക്കെ നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ക്ലാസ് കേൾക്കുക. ഇതിൻ്റെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ എഴുതി അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ കമൻറ്റ് വായിക്കും, നോക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ജവാബ്, അതിൻ്റെ മറുപടി ഇൻഷാ അല്ലാഹ് പറയും. അപ്പോൾ പറഞ്ഞു വന്നത് ഇഹ്ബിതു എന്നാണ് ഓതേണ്ടത് കേട്ടോ. ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും وضربت عليهم الذلة والمسكنة وباءوا بغضب من الله മദ്ദിൻ ചിഹ്നം കണ്ടാൽ ഒത്തിരി നീട്ടുക കുട്ടികളെ. ذلك بأنهم كانوا يكفرون بآيات الله كانوا يكفرون കേട്ടോ. ويقتلون النبيين بغير الحق ذلك بما باقي ذلك بما ഓതണേ. അല്ലല്ല, ആരോ ഒരാൾ കാനു പറഞ്ഞല്ലോ. ഇല്ലല്ല, അത്രല്ല. ذلك بما عصوا وكانوا എന്നുള്ളത് ചേർത്ത് ഓതുമ്പോൾ ذلك بما عصوا وكانوا يعتدون. ഓക്കെ, ബാക്കി
إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. Okay. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. اللهم اجعلنا منهم اللهم اجعلنا منهم. അല്ലാഹുവേ ഞങ്ങളെ ഈ വലിയ സൗഭാഗ്യം ലഭിച്ചവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വഇദ് അഖദ്നാ മീസാഖക്കും, ശരിക്കു ശ്രദ്ധിക്കണം, കണം നോക്കി ശരിക്കും ശ്രദ്ധിക്കണം. വഇദ് അഖദ്നാ മീസാഖക്കും, ആദ്യത്തേത് ഖ പിന്നെ കും. മീസാഖക്കും മീസാഖക്കും ഖും അല്ല, മീസാഖക്കും കെക്കും അല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഖാഫ് 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 ഖാല യഖൂലു ഖീലയിൽ ഖാഫിനെ വായ നിറഞ്ഞു പറഞ്ഞാട്ടെ. മീസാഖക്കും. അപ്പം എങ്ങനെ വേണം? وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. പിന്നെ വന്നു ഖും, ഖാഫും കാഫും കേട്ടോ. അടുത്തടുത്ത് വന്നപ്പോൾ രണ്ടും ഖാഫാ വരുത്, രണ്ടും കാഫാ വരുത്. ഖ വേറെ വേണം. خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تتقون. ثم توليتم من بعد ذلك. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ബാക്കി കുറച്ചുകൂടെ. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ فَجَعَلْنَاهَا نَكَالًا لِمَا بَيْنَ يَدَيْهَا وَمَا خَلْفَهَا وَمَوْعِظَةً لِلْمُتَّقِينَ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها
قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ഓക്കെ. ولقد علمتم الذين اعتدوا منكم في السبت فقلنا ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. راء فتح. فجعلناها نكالا لما بين يديها وما خلفها. കണ്ടില്ലേ? فجعلناها نكالا لما بين يديها وما خلفها. പിന്നെന്താണ്? وموعظة للمتقين. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة. നോക്കണേ. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. പിന്നെയോ قالوا ادع لنا ربك يبين لنا ما هي. അവിടെ നിർത്തിയത് കണ്ടോ? നോക്കിയേ. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك. إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها. ഓക്കെ. قالوا ادع لنا. നിങ്ങളത് ശരിക്കും നോക്കിയേ. قالوا ادع لنا എന്നെഴുതിയത് എത്ര അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്? എത്ര അക്ഷരങ്ങൾ നമ്മൾ ഓതുന്നു? قالوا ادع. ലാമിൻ്റെ ضم കഴിഞ്ഞാൽ നേരെ ദാലിലേക്കാണ് വരുന്നത്. ആ വാവ് വായിക്കുന്നില്ല, പിന്നെ അതിന് ശേഷം 2 അലിഫുകളും വായിക്കുന്നില്ല അല്ലല്ലോ. ചേർത്തി ഓതുമ്പോഴേ قالوا ادع لنا. അതാണ് ഖുർആൻ്റെ എഴുത്ത് എന്ന് മനസ്സിലാക്കി തൽക്കാലം. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ഓക്കെ. രണ്ടായിരുന്നു കൂടെ. ഓക്കെ. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. صدق الله العظيم. اوكي. قالوا ادع لنا ربك يبين لنا ما هي. ليه إن البقرة ചേർത്തി ഓതുമ്പോഴോ يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. റെഡി അല്ലേ? ഒരായത്ത് നോക്കി. قال إنه يقول إن
إنها بقرة لا ذلول تثير الأرض. ശരിക്കും നോക്കണേ. ولا تسقي الحرث مسلمة لا شية فيها. എങ്ങനെ? കൂടെ ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن. എങ്ങനെ? قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. صدق الله العظيم. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാഹ് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്കും അദബും അതിൻ്റെ നിയമങ്ങളും എല്ലാം പാലിച്ചൊരുപാട് ഓതാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ വിധിയേകണേ അല്ലാഹ്. പടച്ചവനെ, നിൻ്റെ കലാമാണ് ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ആയിരക്കണക്കായ ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഓതുന്നതും കേൾക്കുന്നതും കാണുന്നതും എല്ലാം പടച്ചവനെ, ഇത് നിൻ്റെ കലാമിനെ മഹബത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവേ, ഇതിൻ്റെ കാരണത്താൽ ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ അള്ളാഹ്. ഞങ്ങളെ കൽബിൻ്റെ മാരകമായ അസുഖങ്ങളുണ്ട്, കിബിർ, ഹസദ്, റിയാ, ഉജ്ബ് പോലുള്ള അതെല്ലാം മാറ്റി സാഫായ നല്ല തെളിഞ്ഞ കൽബിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമകളാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളും അസുഖങ്ങളും അനുഭവിക്കുന്നവർ ഞങ്ങളിലും ഈ തദ്രീബ് കുടുംബത്തിലെ ഓരോരുത്തരിലും പലരുടെയും കുടുംബത്തിലും ബന്ധുക്കളിലും ഉത്തരവാദപ്പെട്ട ആളുകളിലും ഒക്കെ ഉണ്ട്. അള്ളാഹുവേ, അതെല്ലാം നീ മാറ്റി ശിഫ നൽകണേ അള്ളാഹ്. കാമിലായ ശിഫ നൽകണേ അള്ളാഹ്. പടച്ചവനെ, മാനസികമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അള്ളാഹ്. നിനക്കറിയാമല്ലോ അള്ളാഹ്. അതെല്ലാം മാറ്റി റാഹത്തും സമാധാനവും നൽകണേ അള്ളാഹ്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ. എല്ലാവർക്കും ആ ബാധ്യതകളൊക്കെ വീട്ടി റാഹത്തും സമാധാനവും നൽകണേ അള്ളാഹ്. ബാധ്യതകൾ വെച്ച് നീ ഞങ്ങളെ ആരെയും തിരിച്ചു വിളിക്കല്ലേ അള്ളാഹ്. പടച്ചവനെ, വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഖൈറായ സന്തോഷമുള്ള സമാധാനമുള്ള വീട് നീ നൽകണേ അള്ളാഹ്. വീടിൻ്റെ നിർമ്മാണം അതിൻ്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്. നല്ല രൂപത്തിൽ അള്ളാഹുവേ അതൊക്കെ പൂർത്തിയാക്കാൻ, അങ്ങനെ സമാധാനമുള്ള നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ഒരു ജീവിതം കുടുംബങ്ങളോടൊന്നിച്ച് ആ വീട്ടിൽ നയിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. മക്കളില്ലാത്ത ഒരുപാട് പേർ അള്ളാഹുവേ പടച്ചവനെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ട്. അള്ളാഹുവേ, നിൻ്റെ അടുക്കൽ ഒന്നിനും ഒരു തടസ്സവും ഒരു മൻഉം ഇല്ലല്ലോ അള്ളാഹ്. നീയാണെല്ലാം പരിഹരിക്കുന്നവൻ. അള്ളാഹുവേ, അവർക്കൊക്കെ സാലിഹീങ്ങളായ മക്കളെ നൽകി നീ അവർക്ക് സമാധാനം കൊടുക്കണേ അള്ളാഹ്. 100 വയസ്സ് കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മക്കളെ നൽകിയവനാണ് നീ. നിനക്കതിനൊന്നും തടസ്സമോ മറ്റു യാതൊരു പ്രയാസവും ഇല്ലല്ലോ അള്ളാഹ്. അള്ളാഹുവേ, ഈ മക്കളില്ലാത്ത ആളുകൾക്കൊക്കെ തദ്രീബിലെ മുഴുവൻ ആളുകൾക്കും നീ സന്തോഷവും റാഹത്തും കൊടുക്കണേ അള്ളാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അള്ളാഹ്. ഞങ്ങളെയൊക്കെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അള്ളാഹ്. സാലിഹീങ്ങളായ മക്കളാക്കണേ അള്ളാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ മക്കളുടെ അസുഖം കാരണം, ഭർത്താവിൻ്റെ അസുഖം കാരണം, അള്ളാഹുവെ ഭാര്യയുടെ അസുഖം കാരണം, കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ, ഉമ്മമാരുടെ, ഉപ്പമാരുടെ, അതുപോലെ പല ആളുകളുടെയും അസുഖം കാരണം വല്ലാത്ത വിഷമത്തിലാണ് അള്ളാഹുവേ എല്ലാം താമായി കാമിലായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഏതായാലും ഒരു സമയത്ത് ഞങ്ങളും മരിക്കും, ഉറപ്പായും മരിക്കും. നിന്നിലേക്ക് വാടാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചാൽ വരില്ല എന്ന് പറയാനോ, അല്പം കഴിയട്ടെ അല്പം കഴിഞ്ഞു വരാമെന്ന് പറയാനോ ഞങ്ങൾക്കവിടെ അധികാരമില്ല. പക്ഷേ ആ മരണം വരെ ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അള്ളാഹ്. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന യാതൊരു ഒരു പ്രവൃത്തിയും ഒരു ചിന്തയും ഞങ്ങളുടെ മനസ്സിലേക്ക് നീ വരുത്തല്ലേ അള്ളാഹ്. പടച്ചവനെ, അതുവരെ ഞങ്ങളെ നീ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അള്ളാഹ്. ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അള്ളാഹ്. ഹിമ്മത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അള്ളാഹ്. മാരകമായ അസുഖങ്ങളൊന്നും തന്നെ
ഞങ്ങളെ നീ കിടത്തല്ലേ അല്ലാ, ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. അതൊന്നും താങ്ങാനുള്ള ഈമാൻ സാധുക്കളായ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അല്ലാ. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ. ഞങ്ങളെ ഹിദ്മകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ താലീമിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും അധികരിക്കണേ അല്ലാ. എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും അധികരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവെ ഈ തദ്രീബ് കുടുംബത്തിലെ പലർക്കുമുണ്ട്. അവരൊക്കെ പലരും ക്ലാസ് കേൾക്കുന്നവരാണ് അള്ളാഹുവെ. അവരൊക്കെ അവരുടെ മഈശത്തിന് വേണ്ടി, കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാണ് അള്ളാഹുവെ. അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ജോലിയിലൊക്കെ നല്ല റാഹത്തും കൊടുക്കണേ അല്ലാ. നല്ല ഉന്നതമായ ഉയർന്ന ശമ്പളവും നല്ല റാഹത്തുള്ള ജോലിയും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാ ബിസിനസ്സുകളിലും, ജോലികളിലും, കൃഷികളിലും, എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, റമദാൻ ഷരീഫിൻ്റെ ഒന്നാമത്തെ 10 ഞങ്ങളോട് ഇതാ വിട പറയുകയാണ്. ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, നിന്നോടല്ലാതെ ആരോടും ഞങ്ങൾക്ക് ദുആ ചെയ്യാനില്ല, ഞങ്ങൾക്ക് പറയാനില്ല. അള്ളാഹുവേ, നീയാണ് എല്ലാം അറിയുന്നവൻ. ഞങ്ങൾക്ക് എന്താണോ ഖൈർ അത് കണക്കാക്കുന്നവൻ നീയാണ്. ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങൾ വിചാരിക്കും പോലെയല്ല, ഞങ്ങൾക്ക് എന്താണോ ഷെർ എന്ന് നിശ്ചയിക്കുന്നതും കണക്കാക്കുന്നതും നീയാണ്. എല്ലാ ഷെറുകളെ തൊട്ടും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, സുൽത്താനുൽ ഉലമ തൊട്ട് ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്കും ഞങ്ങളുടെ സദാത്തുക്കൾക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും ഇസ്സത്തും ഹിമ്മത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ റഈസുൽ ഉലമ, ഞങ്ങളെ കൊട്ടൂർ ഉസ്താദ്, പന്മട ഉസ്താദ്, പേരോട് ഉസ്താദ്, ഞങ്ങളെ സാദാത്തുക്കൾ ഹലീബ ഫഖീഹ് തങ്ങൾ, ബദ്റുസ്സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ, ഇങ്ങനെ ധാരാളം ആലിമീങ്ങളുണ്ട്, സാദാത്തീങ്ങളുണ്ട്, ഞങ്ങളെ ഉമറാക്കളുണ്ട്, ഞങ്ങളെ പ്രവർത്തകരുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ ആയുസ് നീ നീട്ടിക്കൊടുക്കണേ അല്ലാ. അവരെ തണലിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ധാരാളം ആലിമീങ്ങളും സദാത്യങ്ങളും ഉമറാക്കളും പ്രവർത്തകരുമുണ്ട്. സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരുണ്ട്. അള്ളാഹുവേ, അവരുടെ ദറജ നീട്ടി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുക്കൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ഇഷ്ടജനങ്ങളോടൊപ്പം അള്ളാഹുവേ, നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة